ഹലോ ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഞാനിവിടെ സിക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജീനു എന്നാണ് കേട്ടോ. കറൻ്റ്ലി ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ്. അങ്ങനെ പിന്നെ ഇന്നലെ എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ട് പോലും കുറേ പേരൊക്കെ കണ്ടു. താങ്ക് യു സോ മച്ച്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കണം. പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നും ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ചേക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് പേരൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ. ഞാനും പേരൻ്റായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആവുകയാണ്. അപ്പോൾ പേരൻറ്ഹുഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ മദർ അതൊരു ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആണ്, ആസ് വെൽ ആസ് അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയായിട്ടിരിക്കണം, അല്ലെങ്കിൽ അപ്പനായിട്ടിരിക്കണം. മക്കൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരെ നല്ലതുപോലെ അവരുടെ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ നിൽക്കണം. എന്നാലാണല്ലോ പിള്ളേരും വലുതായി കഴിയുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചിരുന്നു എന്ന് പറയാൻ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ആ കുട്ടി ചെയ്യുന്നത് കണ്ടിട്ട് നല്ലതായിട്ടാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ വളർത്തുണം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ. അപ്പോൾ ഇന്ന് നമുക്ക് പേരൻസിനെ കുറിച്ച് സംസാരിച്ചാലും. പലതരത്തിലുള്ള പേരൻസ് ഉണ്ട് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേരൻസ് ഉണ്ട്. ചില പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പേരൻസിനോട് പിള്ളേർക്ക് ഒരു റെസ്പെക്റ്റിന് പകരം എന്താ പറയുക, ഒരു പേടിയായിരിക്കും. ശരിക്കും നമ്മൾ അതൊരു മീൻസ് ഞാൻ ജഡ്ജ് ചെയ്യുന്ന ആളല്ല, അങ്ങനെ ടൈപ്പ് ആയിട്ടുള്ള ഒരു പേരൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ അവരുടെ രീതിയിൽ അതായിരിക്കാം നല്ലത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നതായിരിക്കും അവരുടെ രീതിയിൽ അവർക്ക് നല്ലതെന്ന് തോന്നുന്നത്. ഓക്കെ, പക്ഷേ സെയിം കൈൻഡ് അങ്ങനത്തെ ഉള്ള പേരൻസിൻ്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ പേരൻസിനെ ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ പേരൻസിന് അതായിരിക്കാം വേണ്ടത്, പിള്ളേർക്ക് എന്നെ കുറച്ച് പേടിയോട് കൂടിയിട്ട് വളരണം, എന്നാലാണ് പിള്ളേർ എന്നെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ എന്നതായിരിക്കും അവരുടെ കോൺസെപ്റ്റ്. വി ക്യാൻ ജസ്റ്റ് എന്താ പറയുക, അവരുടെ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ബഹുമാനിക്കാവുന്നത് നമ്മളുടെ ഒരു മര്യാദയാണ് അല്ലേ. അതേപോലെ തന്നെ വേറൊരു കൈൻഡ് ഓഫ് പേരൻസ് ആണ്, എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും പിള്ളേരുടെ അടുത്ത്, പിള്ളേർക്ക് റെസ്പെക്റ്റ് ഉണ്ടാകും, ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേരൻസ് ആയിരിക്കും ഉള്ളത് അല്ലേ. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേരൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയുള്ള പേരൻസ് ആണ്, അവർ ദേഷ്യമാണോ അല്ലെങ്കിൽ എന്താ പറയുക, അവർ സ്ട്രിക്റ്റുമാണ്, കുറച്ച് ഫ്രണ്ട്സുമാണ്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പേരൻസ് ഉണ്ട് അല്ലേ. എല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേരൻസ് ആണ് ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 1.5 വയസ്സായി. ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ ഞാനിപ്പോൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അവനെ നല്ലതുപോലെ കൊഞ്ചിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വളർത്തുന്നത്. അങ്ങനെയാണ് വളർത്തുന്നത്. കൊഞ്ചിച്ച്, കുഞ്ഞു കൊച്ചാണല്ലോ, ഭയങ്കര ചുബിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഭയങ്കര ക്യൂട്ട്നെസ്സോട് കൂടിയിട്ട് ഞാൻ അതിനിങ്ങനെ കണ്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു 3 വയസ്സിന് ശേഷം എന്താ സംഭവിക്കുന്നത്, ആ കുട്ടീനെ എനിക്ക് 3 വയസ്സ് വരെയാണ് ഈ 24 hours, അതല്ലെങ്കിൽ ഞാൻ 8 മണിക്കൂർ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ബാലൻസ് ഉള്ള അവേഴ്സ് ഞാൻ ഈ കുട്ടിയുടെ കൂടെയാണ് ഞാൻ ചിലവാക്കുന്നത്. പക്ഷേ ഒരു 3 വയസ്സിന് ശേഷം എനിക്ക് അതേപോലെ തന്നെ ആ കുട്ടിയുടെ കൂടെ ചിലവാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. 3 വയസ്സ് കഴിയുമ്പോഴത്തേന് ആ കുട്ടീനെ എനിക്ക് നഴ്സറി വിടണം, അതിൻ്റെ വൈകുന്നേരമുള്ള സമയങ്ങളിൽ മാത്രം. അപ്പം വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ജോലിയിലായിരിക്കും, അപ്പോൾ കുറച്ചുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ് ടൈം മാത്രമാണ് എനിക്ക് കൊഞ്ചിക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ അല്ലാതെ ആവും ഞാൻ? ഇല്ല. ആ കുട്ടിക്ക് എന്നോട് സ്നേഹമില്ലാതെ ആവും? ഇല്ല. ഓക്കെ, എനിക്ക് ആ കുട്ടിയോട് സ്നേഹമില്ലാതെ ആവും? ഇല്ല. പക്ഷെ ആ ഒരു ബോണ്ടിങ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 വയസ്സ് വരെയുള്ള ടൈം നമ്മൾ 24 hours ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്പെൻഡ് ചെയ്തത്. അപ്പം ഈ 3 വയസ്സിന് ശേഷം ആ കൊച്ച് കുറച്ചും കൂടി വലുതായി, കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ടൈം കുറയും. കാരണം കൊച്ചിന് ചിലപ്പോൾ സ്കൂളിൽ അസൈൻമെൻറ്റ് കാണും, പിന്നെ അതേപോലെ തന്നെ വല്ല എക്സ്ക്രേഷന് വേണ്ടിയിട്ട് വല്ല ടൂറിനൊക്കെ പോകുന്നുണ്ടാകും, പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ വോളിബോളോ അങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കാൻ, മ്യൂസിക്കോ ഡാൻസോ അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാകും അല്ലേ. അപ്പം അങ്ങനെയും ടൈമിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആ കുട്ടീനെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറവാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്നേഹം കുറയുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ വളർച്ചയിൽ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ ലൈഫ് അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ അവൻ വളർന്ന് വലുതായി ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പം അപ്പോഴും ആലോചിക്കണം, ഞാൻ 3 വയസ്സ് വരെ, അതല്ലെങ്കിൽ അവൻ ഒരു 10 വയസ്സ് വരെ കൊഞ്ചിച്ച ലെവലിൽ എനിക്ക് അവനെ മോനെ ചക്കരയെ മുത്തേ ഇവിടെ ഇരിക്കണ ചക്കരയെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണി ചക്കരയെ നീ ജോലിക്കൊന്നും പോകണ്ടെന്ന് നമുക്ക് ഇരുത്താൻ പറ്റുമോ? ഇല്ല. കാരണം ഓരോ സ്റ്റേജിലും അവനെ കൊഞ്ചിക്കുന്നത് അല്ലെ അവളെ കൊഞ്ചിക്കുന്നതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വ്യത്യാസമായ ലെവലിലായിരിക്കും നമ്മൾ കൊഞ്ചിക്കുന്നതും സ്പെൻഡ് ചെയ്യുന്നതും. നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് റിട്ടേണും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ. സ്കൂളിൽ പോകുന്ന കുട്ടിയോട് പറയാൻ പറ്റുമോ, മോനെ ഇവിടെ ഇരിക്കണ ചക്കര, എനിക്ക് നിന്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മോളോട് പറയാൻ പറ്റുമോ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അവൾക്ക് പഠിക്കണം, വളരണം, വലുതാവണം,
എന്തെങ്കിലുമൊക്കെ നേടണം അല്ലേ. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവനെ പിടിച്ചിരുത്താൻ പറ്റുമോ? ഞാൻ 3 വയസ്സ് വരെ ആ കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ 10 വയസ്സ് വരെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഇനിയും കൊഞ്ചിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ആ കുട്ടിക്ക് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ അവൻ എൻ്റെ കൂടെ 10 വയസ്സ് വരെ എനിക്ക് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫും സ്പെൻഡ് ചെയ്യണമെന്ന് താല്പര്യപ്പെടാൻ പറ്റുമോ? ഇല്ല. കാരണം ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ് ഗോയിങ്. കാരണം അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇമ്മെച്യൂർ ആയിട്ട് പോകും അല്ലെ. മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ പിടിച്ചെത്തി കഴിഞ്ഞാൽ അതിനെ ഇമ്മെച്യൂർ ആയിട്ടുള്ള ബേബി ആയിട്ടോ അല്ലെങ്കിൽ ബോയ് ആയിട്ടോ മാറും അല്ലെ, അല്ലെങ്കിൽ ഗേൾ ആയിട്ട് മാറും. ജോലിക്ക് പോകാൻ തുടങ്ങി ചിലപ്പോൾ മൈറ്റ് ബി അത് ഹയർ സ്റ്റഡീസിന് പോകുന്നത് വേറെ സ്ഥലത്തായിരിക്കും, ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഫോണിക്കുള്ള ഒരു കോൺടാക്ട് മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ വല്ല വെക്കേഷനും വന്നാൽ വന്നു, അങ്ങനെയൊക്കെയുള്ള ലെവൽ വർഷത്തിലൊന്ന് 2 വർഷം കൂടുമ്പോൾ ഒന്ന് വരുമ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അല്ലാതെ ആവും ഇല്ല, അപ്പൻ അല്ലാതെ ആവും ഇല്ല. അവരുടെ മനസ്സിൽ എന്നും എന്തുണ്ടാകും? അപ്പനുള്ള സ്ഥാനം ഉണ്ടാകും, അമ്മയ്ക്കുള്ള സ്ഥാനം ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ ജോലി കളഞ്ഞ് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കാൻ പറ്റുമോ? മോനെ ഞാൻ ഇച്ചിരി ചോറും കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചോറും കറിയും കിട്ടും ശരിയാണ്, പക്ഷെ നാളത്തേക്കുള്ള ചോറും കറിക്കും അവന് എന്തെങ്കിലും ഉണ്ടോ? ജോലി ചെയ്ത് കഴിഞ്ഞാലേ അവന് ചോറും കറി ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാവുള്ളൂ അല്ലേ. അവൻ ജോലിക്ക് പോയി, ജോലി ചെയ്യാൻ നേരത്ത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഹൗ ലൈഫ് ഇറ്റ് ഈസ്. ഞാനിപ്പോൾ ചെറിയ ലെവലിൽ ആ കൊച്ചിനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, കുഞ്ഞു കുട്ടി നോക്കിക്കൊണ്ടിരുന്നു. അവനൊരു ലൈഫുണ്ട്, അതേപോലെ തന്നെ എനിക്കൊരു ലൈഫുണ്ട് അല്ലേ. ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ല ലൈഫ്, പേരൻസിനും ലൈഫുണ്ട്. അവർ സ്ട്രഗിൾ ചെയ്തു, കൊച്ചിനെ വളർത്തി വലുതാക്കി, അത് കഴിഞ്ഞിട്ട് അവർക്കും മൂവ് ഓൺ ചെയ്യണം, അവരുടെ ലൈഫുമായിട്ട് അവർ മൂവ് ഓൺ ചെയ്യണം. എന്തെന്ന് അവർക്ക് കുറച്ച് ലൈഫ് എന്തെങ്കിലും എവിടെയെങ്കിലും പോവുക, കുറച്ച് പള്ളിയിൽ വല്ല പ്രാർത്ഥനയ്ക്ക് പോവുക, പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാം, വർത്തമാനം പറയാൻ വേണ്ടി പോവുക, അങ്ങനെ. ഇല്ലെങ്കിൽ ഫോണിലിരുന്ന് ഫ്രണ്ട്സുമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കാം. ഇപ്പം പ്രസവിച്ച ഒരു അമ്മയ്ക്ക് ഇരുന്ന് ഞാൻ ഇന്ന് പ്രസവിച്ചു, എനിക്ക് ഒരു നെക്സ്റ്റ് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് എനിക്ക് ടൈം ഉണ്ടോ എൻ്റെ ഫ്രണ്ട്സിനോട് ഇരുന്ന് കുണുകുണാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ സംസാരിക്കാൻ സമയമുണ്ടോ? ഇല്ല. പക്ഷെ കുട്ടികളൊന്ന് വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറേ ടൈം ഉണ്ട് അല്ലേ. അപ്പം എനിക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള ബോണ്ട് എനിക്ക് നല്ലതുപോലെ നല്ല സെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എനിക്കും എൻ്റേതായിട്ടുള്ള ലൈഫുണ്ട്, പേരൻസിൻ്റേതായിട്ടുള്ള ലൈഫുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ കുട്ടികൾക്കും കുട്ടികളുടേതായിട്ടുള്ള ലൈഫുണ്ട്. പിന്നെ ആ കുട്ടി വലുതാകും, അത് കഴിഞ്ഞിട്ട് കുട്ടിയാണെങ്കിൽ കല്യാണം കഴിക്കും. അപ്പം കല്യാണം കഴിക്കാൻ നേരത്ത് എനിക്ക് ജോലിക്ക് പോകാൻ നേരത്ത് ആ കുട്ടി ഇപ്പം എല്ലാ ദിവസവും ചിലപ്പോൾ എന്നെ 10 മിനിറ്റ് വിളിക്കുമായിരിക്കും. 10 മിനിറ്റ് വിളിക്കാനുള്ള സമയമായിരിക്കും ഉണ്ടാവുക. ആ കുട്ടി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആ ചെക്കൻ എന്നെ എല്ലാ ദിവസവും 10 മിനിറ്റ് വിളിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം അവൻ്റേതായിട്ടുള്ള ലൈഫുണ്ട്. അതുകൊണ്ടാണല്ലോ അവനെ കെട്ടിച്ചു വിട്ടത്, അല്ലെങ്കിൽ അവളെ കെട്ടിച്ചു വിടുന്നത്. നമ്മൾ കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞ വേർഡ് ഞാൻ ബാൻ ചെയ്യുന്നു. ഓക്കെ, ഐ എം സോ സോറി. ഓക്കെ, അവനെ കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കെട്ടിച്ചു വിടുന്ന പരിപാടി ഇല്ല. ഓക്കെ, ഇപ്പം പെണ്ണുങ്ങളെ പണ്ടൊക്കെ പറയുമായിരിക്കും കെട്ടിച്ചു വിടുക എന്നത്. അങ്ങനെ കെട്ടിച്ചു കൊണ്ടുവരുന്ന അങ്ങനത്തെ പരിപാടികളില്ല. ഓക്കെ, കല്യാണം കഴിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടും അങ്ങനെ കെട്ടിച്ചു വിടുന്ന അങ്ങനത്തെ സംഭവമില്ല കേട്ടോ. ഓക്കെ, അത് മൈറ്റ് ബി അത് നേരത്തെ ആയിരിക്കാം, ജനറേഷനിലായിരിക്കും. ഇപ്പോഴും ചില ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ബട്ട് അക്കോർഡിംഗ് ടു മീ ഞാൻ ഈ കെട്ടിച്ചു വിടുന്ന പരിപാടിയോട് ഞാൻ വലിയ യോജിപ്പ് ഞാൻ നടത്തുന്നില്ല. ഓക്കെ, അപ്പം ഈ കുട്ടി കല്യാണം കഴിക്കാനകത്ത് എനിക്ക് പറയാൻ പറ്റുമോ എന്തെന്ന്? അവൻ എല്ലാ ദിവസവും 10 മിനിറ്റ് എന്നെ സംസാരിക്കും. അവൻ 10 വയസ്സ് വരെ എല്ലാ ദിവസവും എൻ്റെ കൂടെ 3 മണിക്കൂർ ചിലവാക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു. അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ 3 മണിക്കൂർ എൻ്റെ കൂടെ വന്ന് കളിക്കാൻ വേണ്ടി വരണം എന്ന് ഞാൻ പറയാൻ എനിക്ക് മീൻസ് വി ഹാവ് എ കോമൺ സെൻസ്, വി ഹാവ് എ ബ്രെയിൻ. അപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവനെ കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുട്ടി അവൻ്റെ ലൈഫിൽ വരുന്നുണ്ട് അല്ലേ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടീനെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു, അപ്പം ഒരിക്കലും എൻ്റെ പേരൻസിന് പറയാൻ പറ്റില്ല ജീന എല്ലാ ദിവസവും എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാ, ഇന്ന് അവളിത് കൃത്യം 8 മണിക്ക് തന്നെ എല്ലാ ദിവസവും അവൾ 8 മണിക്ക് വിളിച്ചുകൊണ്ടിരുന്നതാ, ഇന്നും അവളെ 8 മണിക്ക് വിളിക്കുന്ന പറയാൻ പറ്റുമോ അവർക്ക്? ഇല്ല, പറയാൻ പറ്റില്ല. അത് കാരണം എന്തുകൊണ്ടാ? എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഒരാൾ വന്നു, സ്വാഭാവികമായിട്ടും അയാൾക്ക് ഞാനൊരു വാല്യൂ കൊടുക്കണം. എനിക്ക് വാല്യൂ കൊടുക്കാൻ എനിക്ക് പറ്റില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കാൻ പാടില്ല അല്ലേ. അതേപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ അവൻ കല്യാണം കഴിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ആ കുഞ്ഞിനെ ഞാൻ 3 വയസ്സ് വരെ ഭയങ്കരമായിട്ട് വളർത്തിയത്, ആരുടെയും സഹായം ഇല്ലാതെ വളർത്തിയതാ, അവനെ ഞാൻ 10ാം ക്ലാസ് വരെ ഇങ്ങനെ പഠിപ്പിച്ചതാണ്, 12ാം ക്ലാസ് വരെ ഇങ്ങനെ പഠിപ്പിച്ചതാണ്, അവനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചോറിന് കറി കൊടുത്തു വിട്ടത്, ഞാൻ എല്ലാ ദിവസവും അവന് പാല് കൊടുക്കാറുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം പഴം കൊടുക്കാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് മുട്ട കൊടുക്കാറുണ്ട്, അവന് എനിക്ക് ഇനിയും കൊടുക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലൈഫ് അല്ലേ. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ മീൻസ് ഞാനും അങ്ങനെ തന്നെയല്ല വളർന്നു വന്നത്. എനിക്ക് കുഞ്ഞിലേക്ക് മുട്ടയും പാലും പഴവും ചോറും പിന്നെ രാവിലെ അപ്പവും ഇഡലിയും പുട്ടും ഇടിയപ്പവും ചിക്കൻ കറിയും ഒക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് ചെയ്യാൻ നേരത്ത് എനിക്ക് ഇവിടെ വന്നിട്ടേ നീ അപ്പം കഴിക്കാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ്
അപ്പം അതേപോലെ അങ്ങനെ അപ്പം ഇവൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്തിനാ എന്നെ എല്ലാ ദിവസവും ഇരുന്നിട്ട് 8 മണിക്ക് കയറി വിളിക്കുമെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അതാണ് ഞാൻ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ ഇവനോട് കല്യാണം കഴിക്കാൻ പറയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവൻ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഞാൻ ഇവനോട് പറയായിരുന്നു, മോനെ എൻ്റെ എക്സ്പെക്ടേഷൻ ഇങ്ങനെയാണ്, മോൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിന്റെ ലൈഫിൽ ഭയങ്കര ബാരിയേഴ്സ് ഉണ്ടാകും എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി റോങ്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അവൻ്റെ ലൈഫിനെ തന്നെ ഞാൻ എന്താ പറയുക ചൂടോട് കൂടിയിട്ട് ചുട്ട് പൊള്ളിക്കുന്ന പരിപാടിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പം കല്യാണം കഴിക്കുന്നു, സ്വാഭാവികമായിട്ടും അവൻ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴേക്കും എന്നെ വിളിക്കുന്നത്. എനിക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാ, 3 വയസ്സ് വരെ അവൻ എൻ്റെ കൂടെ ചെയ്യുന്നത് പോലെയാണോ അവൻ 10 വയസ്സാകുമ്പോൾ എന്നോട് ചെയ്യുന്നത്? അല്ല. 12ാം ക്ലാസ്സിൽ അവൻ അതേപോലെയാണോ ചെയ്യുന്നത്? അല്ല. ഓരോ സ്റ്റേജിലും അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനനുസരിച്ച് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കാം, പക്ഷേ അപ്പം ഞാൻ തിരിച്ച് ചിന്തിക്കണം. ഞാനും കുഞ്ഞിതായി, ഞാനും വളർന്നു, ഞാനും വലുതായി, ഞാൻ പഠിച്ചു, ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ കുഞ്ഞിലെ ബിഹേവ് ചെയ്യുന്നത് പോലെയാണോ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞപ്പോൾ ബിഹേവ് ചെയ്യുന്നത്? അല്ല. അത് തന്നെയാണ് ഇവനും എന്നോട് ചെയ്യുന്നത്. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല അല്ലേ. അവൻ കല്യാണം കഴിഞ്ഞു വലുതായി, അത് കഴിയുമ്പോഴത്തേക്കും എന്താ സ്വാഭാവികമായിട്ട് ഈ ഗുണാന്ന് കിടന്നിട്ട് ആ മോനെ എന്തെടുക്കാ, മോനെ നീ ചായ കുടിച്ചോ, അല്ലെങ്കിൽ മോളെ നീ ചായ കുടിച്ചോ, മോനെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് ഗുണാന്ന് വിളിക്കുക. അവനെ നോക്കാൻ ആരുണ്ട്? അവൻ കല്യാണം കഴിച്ച പെണ്ണുണ്ട് അല്ലേ, ആ പെണ്ണിനെ നോക്കാൻ ആരുണ്ട്? ഈ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് കുണുകുണാന്ന് വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആരുണ്ട്? അവനുണ്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും അങ്ങ് കല്യാണം കഴിപ്പിച്ചേക്കണത് അല്ലെ, അങ്ങ് ഒന്നാക്കിയേക്കണത്. അപ്പൊ വീണ്ടും ഈ പേരൻസ് കിടന്ന് കുണുകുണാന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? അവരുടെ ലൈഫ് പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോളും. അത് കഴിയുമ്പോഴത്തേക്കും ഈ പേരൻസ്, ചില പേരൻസ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ് അവളുടെ അഹങ്കാരം കൊണ്ട്, അവള് പണ്ടേ അങ്ങനെയാണ്, അവള് വന്നപ്പോൾ മുതൽ ആ ചെറുക്കൻ അങ്ങ് കംപ്ലീറ്റ്ലി മാറി. എന്ത് മാറ്റാണ്ടാവണത്? എൻ്റെ ഒരു സങ്കല്പത്തിൽ ഈ ഒരു 25, 28, 29 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ഓൾറെഡി അവന് ബോധവും വിവരവും എല്ലാം അവൻ്റെ ഈ 29 ഇയേഴ്സ് വരെ പേരൻസിൻ്റെ കൂടെ, അല്ലെങ്കിൽ പേരൻസ് ഇടയ്ക്കാണെങ്കിലും വിളിച്ച് അവൻ്റെ ലൈഫ്, അവൻ്റെ ബാലൻസ്, സറൗണ്ടിങ്സ്, ഫ്രണ്ട്സ്, ഇതെല്ലാമായിട്ട് അവൻ്റെ ലൈഫ്, അവൻ്റെ ഓൾറെഡി ക്യാരക്ടറോടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ആർക്കും ക്യാരക്ടറിനെയോ ആറ്റിറ്റ്യൂഡിനെയോ ഒന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കണ. അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്നു, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ ഒരു പെണ്ണിൻ്റെ ലൈഫിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ചില ആൾക്കാർ പേടിച്ചിട്ട് ഇങ്ങനെ ചിലപ്പം ചെറുക്കനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ പെണ്ണിനെ പേടിച്ചിട്ട് നിൽക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 6 months, അതല്ലെങ്കിൽ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ അത്ര സാമ്പത്തിക നില ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കുറച്ചും കൂടെ ലോങ്ങർ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പേടിച്ച് വിറച്ച് നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് വിറച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്നില്ല, കാരണം ഇഷ്ടംപോലെ നമ്മൾ സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ അതർ ദാൻ ദാറ്റ് നമുക്ക് അങ്ങനെ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്പി ലൈഫല്ല. അവിടെ ഒരു ബോണ്ടും ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ കുണുകുണാന്ന് പറഞ്ഞ് വിളിച്ച് ഈ പെണ്ണിനെയും ചെറുക്കനെയും കണ്ട് ബുദ്ധിമുട്ടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവർക്ക് സമയം കിട്ടുമ്പോൾ അവരങ്ങ് വിളിക്കും. അതല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിക്കുക എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ കുണുകുണാ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് അവരുടെ ലൈഫിനെ തന്നെ അങ്ങ് കളയുക ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ഈ ചെറുക്കനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പെണ്ണ്, ഇപ്പം എൻ്റെ കുട്ടിയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവൻ 10 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 12 വയസ്സുള്ളപ്പോൾ എനിക്ക് പനി വന്നു, ഞാൻ കിടപ്പില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഞാൻ ഒന്ന് കിടപ്പില്ല. ചിലപ്പോൾ ആ കുട്ടി എന്നെ നോക്കുമായിരിക്കും. പക്ഷേ ആ കുട്ടി പഠിച്ച് ജോലി കിട്ടി, അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി. പഠിക്കാൻ പോയപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഈ കുട്ടിയോട് എനിക്ക് പറയാൻ പറ്റുമോ, മോനെ നിന്റെ നഴ്സിംഗ് ഡിഗ്രി അവിടെ നിർത്തിയിട്ട് നീ എന്നെ വന്ന് നോക്കാൻ പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, അവൻ്റെ ലൈഫ് അവനെ നോക്കിയാലേ അവൻ്റെ ലൈഫ് എന്തെങ്കിലുമൊക്കെ ആകത്തുള്ളൂ. അല്ലാതെ അവൻ എന്നെ വന്ന് നോക്കിയിട്ട് അവൻ്റെ ലൈഫിൽ അവൻ ആര് പഠിച്ചവനെ നേഴ്സ് ആക്കും? ആരെങ്കിലും പഠിപ്പിച്ച് അവനെ നേഴ്സ് ആക്കും? ഇല്ല. അവൻ തന്നെ പഠിച്ച് നേഴ്സ് ആവണം, എന്നാലേ അവൻ്റെ ലൈഫ് എന്തെങ്കിലുമൊക്കെ സെറ്റിൽ ആവുള്ളൂ. അതല്ലാതെ മോനെ ഞാനൊന്ന് ആക്സിഡൻറ്റ് പറ്റി കടന്നു, അല്ലെങ്കിൽ മോനെ ഞാനൊന്ന് കിടപ്പിലായി, മോനെ നീ എന്നെ വന്ന് നോക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമേ അല്ല. കാരണം എന്താ, അവൻ്റെ ലൈഫ് നിങ്ങൾ തന്നെ സ്പോയിൽ ചെയ്യുക, ഞാൻ തന്നെ സ്പോയിൽ ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻ്റെ സെൽഫിഷ് മൈൻഡാണ്. ഓക്കെ, അവൻ്റെ ലൈഫിനെ കുറിച്ചോ അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചോ ചിന്തിക്കാത്ത ഒരു പേരൻസ് മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. സ്പോയിൽ ചെയ്യാന്ന് ഞാൻ പറയത്തുള്ളൂ. ഓപ്പൺലി ഞാൻ പറയാം, അത് സ്പോയിൽ ചെയ്യാണ്. എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ആ കുട്ടീനെ വന്ന് നോക്കുമെന്ന്. അങ്ങനെ നോക്കാൻ പറയുക എന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. അവൻ വന്നു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ അവൾ വന്നു കഴിഞ്ഞാൽ പോലും, മോനെ നീ എന്നെ കണ്ടില്ലേ പൊക്കോളാൻ പറയുക. അവൻ്റെ ലൈഫ് അവൻ സെക്യൂർ ആക്കാൻ പറയുക. അവൻ പഠിച്ച് നേഴ്സായി ജോലിക്ക് കയറി വരാൻ പറയാൻ പറ്റുമോ? എനിക്ക് ഇല്ല, പറയാൻ പറ്റില്ല. കല്യാണം കഴിച്ചു വരാൻ പറയാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ വന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് നേരെ പൊക്കോ, നീ നിന്റെ കുടുംബം മര്യാദയ്ക്ക് നോക്ക്, ജോലി ചെയ്ത് അധ്വാനിച്ച് നിന്റെ ലൈഫ് നീ സെക്യൂർ ആക്കാനേ പറയാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അതേപോലെ തന്നെ
ഇവൻ ജോലി കിട്ടി, കല്യാണത്തിന് മുന്നേ ജോലി കിട്ടി. ഇവൻ ചിലപ്പോൾ എന്നെ എല്ലാ മാസവും ചിലപ്പോൾ എനിക്കൊരു 20,000 രൂപ തന്നുകൊണ്ടിരിക്കുമായിരിക്കും. മമ്മി ഇനി മമ്മി ആണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇന്ന 20,000 രൂപ അല്ലെങ്കിൽ $1,000 ഇന്നാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മാസം ഒരു $1,000 തരുമായിരിക്കും. അത് തരുമായിരിക്കും. പക്ഷേ 1,000 രൂപ തരുവാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 100 രൂപ എടുക്കുക. മോനെ, എനിക്കിതാ സന്തോഷം, എനിക്കിത് മതി, നിനക്ക് ഇനിയും ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട് അല്ലേ? എൻ്റെ ജീവിതം ഓൾമോസ്റ്റ് പകുതി വരെ ആയി. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ വല്ല കൃഷിയോ അല്ലെങ്കിൽ അത് ചെയ്തോ ഇത് ചെയ്തോ ഒക്കെ ഞാൻ ജീവിക്കാം. 1,000 രൂപയിൽ 100 രൂപ അമ്മമ്മയ്ക്ക് മതി കുട്ടാ. നീ ആ 900 റുപ്പീസ് നീ അങ്ങ് എടുക്കുക. എന്നിട്ട് നീ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വയ്ക്കും. കാരണം നീ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിക്കും, മക്കളാകും. ചിലപ്പോൾ ഇനിയിപ്പോൾ നിനക്ക് വയ്യാണ്ട് വരികയാണെങ്കിൽ നിനക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? പൈസ വേണം അല്ലേ? അപ്പം അമ്മയ്ക്ക് ആ സമയത്ത് തരാൻ ചിലപ്പം ഇല്ലാണ്ടാകും. അപ്പം എനിക്ക് ഇല്ലെങ്കിൽ എനിക്ക് നിനക്കൊന്നും തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് സങ്കടം വരത്തില്ലേ? അപ്പം അതുകൊണ്ട് മോൻ ഈ പൈസ അങ്ങ് വെച്ചങ്ങ് സേവ് ചെയ്തങ്ങ് മോൻ്റെ ഫ്യൂച്ചർ ലൈഫ് മോനാണെങ്കിൽ സെക്യൂർ ആക്കാൻ നോക്ക് എന്നാണ് ആസ് എ പേരൻറ്റ് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ വലുതായി വളർന്നു, പൈസ അല്ലെങ്കിൽ മോള് വലുതായി പൈസ എന്തെന്നാ പറയുക തരുമ്പോൾ ചിലപ്പോൾ സന്തോഷമാണ്. ആ സന്തോഷത്തിനാണ് ഞാൻ പറഞ്ഞത് 1,000 രൂപയിൽ 100 രൂപ എടുത്തിട്ട് ബാലൻസ് 900 റുപ്പീസ് തിരിച്ചു കൊടുത്തിട്ട് മോനെ ഇത് നീ സേവ് ചെയ്യുക എന്ന് പറഞ്ഞ് അവൻ്റെ ഫ്യൂച്ചർ ലൈഫിലേക്ക് സേവ് ചെയ്യാൻ വെക്കേണ്ടത്. പിന്നെ അവൻ കല്യാണം കഴിക്കുമ്പോൾ അവനോട് പറയണം, മോനെ നിന്റെ കല്യാണം നിന്നെ ഞാൻ വളർത്തി വലുതാക്കി നിനക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ മോളോട് പറയണം വലുതായി ജോലി കിട്ടി, ഓക്കെ, ഇനി നിന്റെ കടമയാണ്, നിനക്കൊരു കല്യാണം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിനുള്ള പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കടമയാണ്, അതല്ലാതെ എൻ്റെ കടമയല്ല. എൻ്റെ കടമ എന്ന് പറയുന്നത് നിന്നെ വലുതാക്കി നിന്നെ നല്ലൊരു പ്രൊഫഷൻ നിനക്ക് തന്നു, ബാലൻസ് ഉള്ളത് നിന്റെ കല്യാണം എന്ന് പറഞ്ഞ ചടങ്ങിലേക്ക് ഞാൻ ഒരു രൂപ പോലും തരത്തില്ല. അത് നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് നിനക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ തരികയാണ്. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഇനിയും വരും. അപ്പോൾ നിനക്കത് തരണം ചെയ്ത് നിനക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകണ്ടേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെസ്പോൺസിബിലിറ്റി തരികയാണ്. നിന്റെ കല്യാണത്തിനുള്ള പൈസ നീ തന്നെ ഉണ്ടാക്കി നീ തന്നെ എല്ലാ കാര്യം ചെയ്യണം എന്ന് പറയുക. കാരണം അപ്പോഴാണ് ആ പിള്ളേർക്കൊരു പക്വത ഉണ്ടാകുന്നതും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതും. അതല്ലാതെ നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നാൽ അവൻ എന്നും ഉണ്ണാക്കുള്ള തന്നെയായിരിക്കും. ആ ഉണ്ണാക്കുള്ളതിനെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കുമ്പോൾ എന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ അവളുടെ ലൈഫിൽ അവൻ ഇപ്പോഴും ഉണ്ണാക്കുള്ളയായിട്ട് തന്നെ അങ്ങ് ഇരിക്കും. അപ്പം അതിൻ്റെ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ആ പെണ്ണ്, അതല്ലെങ്കിൽ പെണ്ണാണ് ഉണ്ണാപ്പുള്ളിയായിട്ട് ഇരിക്കുന്നെങ്കിൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ആ ചെറുക്കനായിരിക്കും. അപ്പം അതിന് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ പക്വത വെപ്പിച്ചുകൊണ്ട് കൊടുക്കണം. കുഞ്ഞിലെ മുതൽ നമുക്ക് പക്വത വെപ്പിക്കാം. ഈ ആണുങ്ങൾക്ക് മിറ്റടിക്കാൻ പാടില്ല എന്നില്ല, പാത്രം കഴുകാൻ പാടില്ല എന്നില്ല, പണ്ടത്തെ രീതിയാണ് അതൊക്കെ. ഓക്കെ, നമ്മൾ ഓരോ ജനറേഷൻ അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി നമ്മൾ ചിന്തിച്ചേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. അപ്പം പിന്നെ അവന് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ആകും. കല്യാണം കഴിഞ്ഞ് ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കുമായിരിക്കും. ആ കുട്ടി അവൻ ഒരു കുട്ടിയായി. എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ 2 ദിവസം കൂടുമ്പോഴും എന്നെ 10 മിനിറ്റ് കൂടി വിളിക്കുമെന്ന് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഉണ്ടാവുമ്പോൾ സാധാരണ പേരൻസ് വന്നിട്ട് കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി പോകും. സഹായിക്കാൻ പോകുന്നതൊക്കെ നല്ലതായിരിക്കും. പക്ഷേ അവരുടെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അവരുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കുട്ടിയാണ് കേട്ടോ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടിയാണ് കുട്ടീനെ നോക്കിയത്. അത് വെച്ച് ഞാൻ പറയുകയാണ്, ആ കുട്ടീനെ നോക്കുമ്പോൾ കുറച്ച് നല്ലധികം സ്ട്രഗിളാണ്. നാട്ടിലൊക്കെ കുറേ ആൾക്കാരുണ്ട് കുട്ടീനെ നോക്കാനൊക്കെ. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഈ 2 ആൾക്കാർ കൂടി കുട്ടീനെ നോക്കുക പ്ലസ് ജോലിക്ക് പോകുന്ന ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി തിങ്. ഓക്കെ, അപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ് അത് പാടാണ്. പക്ഷേ ആ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ധൈര്യവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ അറിവുകൾ നമുക്ക് കിട്ടും. കുറച്ചും കൂടി സ്ട്രോങ്ങർ ആകാൻ പറ്റും, കുറച്ചും കൂടി ബോൾഡ് ആവാൻ പറ്റും, കുറച്ചും കൂടി മദർഹുഡിനെ ആസ്വദിക്കാൻ പറ്റും, കുറച്ചും കൂടി ഫാദർഹുഡിനെ ആസ്വദിക്കാൻ പറ്റും. ആസ് എ പേരൻറ്റ്, ആസ് എ മദർ ഞാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പോകണമെങ്കിൽ സഹായിക്കാൻ പോകാം. പക്ഷേ എന്ന് പറഞ്ഞാൽ കുറേ നാൾ സഹായിക്കേണ്ട. കാരണം എന്നാലാണ് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടുള്ളൂ. അതല്ലാതെ എല്ലാ നേരവും അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരൊന്നും അറിയത്തില്ല, ഒന്നും അറിയാതെ അങ്ങ് ചോറ് കൊണ്ടുകൊണ്ടിരിക്കും. അപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അറിഞ്ഞു വേണം കുട്ടികളെ വളർത്താൻ. ഓക്കെ, അപ്പം അവർക്ക് ഇനിയിപ്പോൾ 2ാമതൊരു കുട്ടിയാവുമെന്ന് വെച്ചോ. കുട്ടിയാകുമ്പോഴത്തേന് എനിക്ക് പറയാൻ പറ്റുമോ ഇവർ ആദ്യത്തെ കുട്ടിയായി കഴിഞ്ഞപ്പോൾ എന്നെ 4 ദിവസം കൂടുമ്പോൾ വിളിച്ചതാ, ഇപ്പം 2ാമതൊരു കുട്ടിയായി, ഇനിയിപ്പോൾ എല്ലാ 4 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കാൻ പറയാൻ പറ്റും? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ഒരാഴ്ച ആകുമ്പോഴേക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് നീ എന്നാലും എന്നെ വിളിച്ചില്ലല്ലോ കുണുകുണ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അതാണ് അവരുടെ ജീവിതം. അവർ വീട്ടിലെ കാര്യം നോക്കണം, കുട്ടിയുടെ കാര്യം നോക്കണം, ജോലിയുടെ കാര്യം നോക്കണം, എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ? വെക്കണമെങ്കിൽ ജോലിക്ക് പോയാലേ നടക്കുള്ളൂ. അപ്പം ചിലപ്പം ഇവനാണെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ, കല്യാണത്തിന് മുന്നേ ജോലി കിട്ടിക്കഴിയുമ്പം ചിലപ്പം അവൻ പുറം രാജ്യത്തായിരിക്കും വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ അവൾ പുറം രാജ്യത്തായിരിക്കും വർക്ക് ചെയ്തത്. എല്ലാ വർഷവും നാട്ടിൽ വന്നുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എല്ലാ വർഷവും അവൻ തന്നെ വന്ന് കാണുമെന്ന്? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വരണ്ടായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീവ് ഉണ്ടെങ്കിൽ അവർ 2 പേരും കൂടി അങ്ങ് ആസ്വദിക്കട്ടെ. അവർക്കൊരു ലൈഫില്ലേ. ഞാൻ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഒരു 10, 50, 60 വയസ്സിലായിരിക്കാം എൻ്റെ കുട്ടി കല്യാണം കഴിക്കുന്നത്.
അപ്പം 60 വയസ്സ് വരെ, സോറി ഒന്ന് പോസ് ചെയ്യണമെന്നു, ഓക്കെ. അപ്പം 60 വയസ്സ് വരെ എന്താ പറയുക, 60 വയസ്സിലായിരിക്കും എൻ്റെ കുട്ടി കല്യാണം കഴിക്കുന്നത്. എനിക്ക് 60 വയസ്സുള്ളപ്പോഴായിരിക്കും ആ കുട്ടി കല്യാണം കഴിക്കുന്നത്. അപ്പം എൻ്റെ കുട്ടി കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ 60 വയസ്സ് വരെ ഞാൻ ആഘോഷിച്ചു അല്ലേ. ചിലപ്പം അതിൻ്റെ അകത്ത് 30ാമത്തെ വയസ്സിലായിരിക്കും കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലായിരിക്കും കല്യാണം കഴിച്ചത്. ഹസ്ബൻഡിൻ്റെ കൂടെ നല്ല ലെവലിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ കൂടെ ഞാൻ നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈഫ് കുറച്ച് ആസ്വദിക്കാൻ പറ്റി 60 വയസ്സ് വരെ അല്ലേ. ഈ 60ാമത്തെ വയസ്സിൽ എൻ്റെ കുട്ടി കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം അല്ലേ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. ആ കുട്ടി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് അവനോട് പറയാൻ പറ്റുമോ, അവളോട് പറയാൻ പറ്റുമോ, മോനെ നിങ്ങോട്ട് വായോ, അയ്യോ നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ ജീവിതം അവൻ ജീവിച്ച് തീർക്കട്ടെ. അതല്ലാതെ ഇപ്പോഴും പേരൻസിൻ്റെ കൂടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെരി റോങ്. അത് സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക അങ്ങനത്തെ പേരൻസ് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവന് ഒരു ജീവിതം ഉണ്ട് അല്ലേ. അവൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാൻ പറയാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നതേ തെറ്റാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പം അവൻ്റെ ജീവിതം അവൻ ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അവൻ ജീവിക്കണം. ഓക്കെ, അവൻ ജീവിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാവണം. അതാണ് എനിക്ക് വേണ്ടത്. അവൻ ജീവിച്ച് അവൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഇട്ട്, അതല്ലെങ്കിൽ അവർക്ക് ഇറങ്ങാൻ പോകുന്നതും അവർക്ക് കുട്ടി ഉണ്ടാവുന്നതും അവരതിനെ കൊഞ്ചിക്കുന്നതും കണ്ട് എനിക്ക് ആസ്വദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെ ഒരു മനസ്സ് ഇല്ലാത്ത പേരൻസ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ചിലപ്പോൾ അവരുടെ രീതിയായിരിക്കും അത്. പക്ഷേ അതാണ് പേരൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ അവനെ കല്യാണം കഴിച്ചു, അയ്യോ അവളാണെങ്കിൽ അവനെ അങ്ങ് വലിച്ചെടുത്തു. വലിച്ചെടുക്കാൻ ഇത് വല്ലോ റിബണോ അല്ലെങ്കിൽ വല്ലോ നമ്മൾ വല്ലോ ഇങ്ങനെ എന്താ പറയുക ടഗ് ഓഫ് ദ വാറിന് വടംവലി മത്സരത്തിന് പോകുന്ന പരിപാടിയാണോ? ഈ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറുക്കനെ പെണ്ണങ്ങ് വലിച്ചെടുത്തു, അതല്ല പെണ്ണിനെ അങ്ങ് ചെറുക്കൻ വലിച്ചെടുത്തു എന്ന് പറയുന്നത് ടഗ് ഓഫ് ദ വാർ ഒന്നും അല്ല അല്ലേ. ഒരു ജീവിതമാണ്, 2 മനുഷ്യരാണ്. ഈ മനുഷ്യരെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല. അതറിയാൻ പാടില്ലേ. അപ്പം അതെനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം കുറേ ഇങ്ങനെ ഇപ്പം നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പേരൻസിനോടെയാണ് നിൽക്കുന്നത്. ഞാൻ ഭാഗ്യം കൊണ്ട് ഞാൻ ഇങ്ങോട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പേരൻസിൻ്റെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ അവരവരുടെ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാനുള്ള മനസ്സിൻ്റെ കട്ടി എനിക്കില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ. പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനുള്ള കട്ടി എനിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, എനി ഹൗ ഇപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പേരൻസിൻ്റെ കൂടെയാണല്ലോ ഇങ്ങനെ ചെറുക്കൻ്റെ വീട്ടിലൊക്കെയാണോ താമസിക്കുന്നത്. അപ്പം താമസിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ പറയാൻ മടിയുണ്ടാകും. അയ്യോ പേരൻസ് ആണല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന ആൾക്കാരല്ലേ, ഞാൻ ഇത്രയും നാളും പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലേക്ക് പോകും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നു, ചെറുക്കൻ്റെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ചെറുക്കനാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഞാനാണെങ്കിൽ ഇത്രയും നാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ ഭാര്യനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനം ഭർത്താവിനുള്ളൊരു ഇതാണ്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക. മീൻസ് കല്യാണം കഴിക്കാതിരിക്കുക എന്നതാണ് ഓപ്പൺലി ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഭാര്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക. ഇപ്പോൾ സെയിം വിത്ത് ദാറ്റ് വൺ ഗേൾ. ഇപ്പോൾ ഈ ആണ് പെണ്ണെന്ന് പറഞ്ഞ വ്യത്യാസമില്ല കേട്ടോ. പണ്ടൊക്കെയാണ് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത്. ഇപ്പം ആണ് പെണ്ണെന്ന് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചെറുക്കൻ എന്തെങ്കിലും വീട്ടുകാർ പറയുകയാണെങ്കിൽ പെണ്ണിന് അതിനുള്ള ധൈര്യം വേണം, നാക്കിന് കുറച്ച് ഇത് വേണം. ഓക്കെ, എന്തെന്ന് ഇച്ചിരി ശക്തി വേണം, എന്തെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അതിനെ കെട്ടിയോനാണ് എന്ന് പറഞ്ഞ് കെട്ടിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റിയുമാണ്. ഓക്കെ, ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, കല്യാണം കഴിക്കാൻ പോകാവുള്ളൂ. അതല്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. എന്തിനാ വെറുതെ മറ്റുള്ള ആൾക്കാരുടെ ജീവിതം തകർക്കാൻ വേണ്ടി പോണേ അല്ലേ. കാരണം കണ്ടവൻ എന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കുമ്പോഴത്തേക്കും കിടന്ന് കരയും, വിഷമിക്കും, കുറേ ആൾക്കാരും ചെന്ന് സൂയിസൈഡ് ചെയ്യും. എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് അല്ലേ. ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് മെച്യൂറായിട്ട് മാത്രം കല്യാണം കഴിക്കുക. തീരുമാനമായിട്ട് തന്നെ ഏറ്റെടുക്കാനും തീരുമാനമായിട്ട് പറയുവാനും പറ്റുന്ന ആൾക്കാർ മാത്രം കല്യാണം കഴിക്കുക. ഓക്കെ, അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരാണ് ഈ പെണ്ണിൻ്റെ വീട്ടിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ട് 16ാം നൂറ്റാണ്ടിലായിരിക്കാം എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയൊക്കെ സമയത്തായിരിക്കാം എന്താ പറയുക ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വല്ലപ്പോഴും മാത്രമേ ഈ പെണ്ണിനെ വീട്ടിലേക്ക് വിടുള്ളൂ. അത് അനുവാദമൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പെണ്ണിന് വ്യത്യാസമില്ല, ആണിന് വ്യത്യാസമില്ല, രണ്ടും ഈക്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഈ ചെറുക്കൻ പോകുമ്പോഴത്തേക്കും ഈ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഒന്നാമത്തെ ടെൻഷൻ. അയ്യോ പെണ്ണിൻ്റെ വീട്ടുകാർ എൻ്റെ ചെറുക്കനെ അങ്ങ് വലിച്ചെടുക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞാൽ ഈ ടഗ് ഒന്നും പറയില്ല, വടംവലി മത്സരമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്തിനാ ഇത്രയും ടെൻഷൻ? എന്തിനാ? സ്വന്തം മോനല്ലേ, വിശ്വാസമില്ലേ? അതേപോലെ തന്നെ പെണ്ണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ചെറുക്കൻ്റെ വീട്ടിൽ നിൽക്കുമല്ലോ. അപ്പോൾ അതിന് ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അങ്ങ് വിഷമാണ്, അങ്ങ് എവിടെ നിന്നൊക്കെയോ അങ്ങ് തീപ്പൊരി അങ്ങ് കയറുവാണ്. അയ്യോ എൻ്റെ മോക്ക് ഇത്രയും നാളുള്ള സ്നേഹം അങ്ങ് കുറഞ്ഞു പോകുമോ, ഇനിയിപ്പോൾ അമ്മായപ്പനൊക്കെ അങ്ങ് സ്നേഹം കാണിച്ച് കഴിയുമ്പോൾ എൻ്റെ മോക്ക് അങ്ങ് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. എവിടെ സ്നേഹം കുറഞ്ഞു പോകാനാ? നിങ്ങളുടെ കൂടെയാണ് ഈ പെണ്ണ് ഈ 10-28 വയസ്സ് വരെ ജീവിച്ചത് അല്ലേ. അപ്പം ആ പെണ്ണിൻ്റെ മോസ്റ്റ് ഓഫ് ദ ലൈഫും പുള്ളിക്കാരി അതിൻ്റെ കൂടെ പേരൻസിൻ്റെ കൂടെ ജീവിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നിൽക്കുമ്പോഴത്തേക്കും എവിടെ ഈ സ്നേഹം കുറഞ്ഞു പോകണേ? അതൊന്ന് കോമൺ സെൻസിൽ അങ്ങ് ചിന്തിക്കുക. അങ്ങനെ സ്നേഹം കുറഞ്ഞു പോകുന്ന സ്നേഹമൊന്നും അല്ല ഈ പേരൻസിനുള്ള സ്നേഹവും മറ്റതും മറിച്ചതൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള കോൺസെപ്റ്റുകൾ മാറ്റിക്കളയേണ്ട നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പം അങ്ങനെ പേടിച്ച് അയ്യോ കുണുകുണാന്ന് വിളിക്കും. ഇപ്പം പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയിക്കുമ്പോഴത്തേനും പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങനെ കുണുകുണാന്ന് വിളിക്കും. മോളെ എന്നെടുക്കുക എന്ത് വിളിക്കണേ, അവർക്ക് കുറച്ച് സമാധാനം കൊടുക്കുക. അതേപോലെ തന്നെ ചെറുക്കൻ അങ്ങ് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങ് കിടന്ന് കുണുകുണ വിളിക്കുക. മോനെ എവിടെയാ മോനെ എന്താ എന്തെടുക്കുക, ചായ കുടിച്ചോ, എന്ത് ചായ, ആ വീട്ടിൽ ചായ ഉണ്ട്, ചായ കൊടുക്കാനാ ഭാര്യ ഉള്ളത്, അവന് ചോറ് കൊടുക്കാനും ചോറും കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ രണ്ടുപേരും ഉണ്ട് അവിടെ. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അങ്ങനത്തെ ഉള്ള കൺസേണിങ് ഫാക്ടറൊക്കെ വിട്. അപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടിയിട്ട് പേരൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടിയിട്ട് ഒന്ന് വൈഡായിട്ടൊന്ന് ചിന്തിക്കണം. കാരണം പിള്ളേരങ്ങ് വളർന്നു വന്നു കഴിയുമ്പോഴേ പിള്ളേരങ്ങ് വിടണം. അതല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറേ പേരൻസിനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോണം, മര്യാദയ്ക്ക് പറഞ്ഞോണം, ഓക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, മര്യാദയ്ക്ക് പറഞ്ഞോണം, ഓക്കെ. അപ്പം രണ്ടുപേരും നല്ലതായിട്ട് ജീവിക്കണം. ഞങ്ങൾ ഇനി വിളിക്കാനൊന്നും വരത്തില്ല, മര്യാദയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളങ്ങ് വിളിച്ചാൽ മതി. അപ്പം സമയം കിട്ടുമ്പോൾ വന്ന് കാണുക എന്ന് പറയുന്ന പേരൻസ് ഉണ്ട് കേട്ടോ. ചില പേരൻസ് ഉണ്ട്, മോനെ നീ ജോലി ചെയ്തത് ഓസ്ട്രേലിയയിൽ, ജോലി ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ വർഷവും നീ ഇവിടെ വന്നുകൊണ്ടിരുന്ന, നീ കല്യാണം കഴിഞ്ഞാലും എല്ലാ വർഷവും വരണം. ദാറ്റ് ഈസ് എ വെരി ബാഡ് തോട്ട്, ഓക്കെ. അപ്പം നിങ്ങൾ അവനെ അങ്ങ് ജീവിക്കാൻ വിടുന്നില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവനെ ജീവിക്കാൻ വിടുന്നില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. അവനെ അങ്ങ് വിട്, നിങ്ങൾ എന്തിനാ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണേ? അവന് ജീവിതമില്ലേ? അവന് ജീവിതം ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർത്തോണ്ടിരിക്കണോ? അപ്പം അവനൊരു ജീവിതം ഉണ്ട്, അത് മനസ്സിലാക്കുക, ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വലിയ ലോങ് വീഡിയോ ആണ്, എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഒന്നും എന്നെ ജഡ്ജ് ചെയ്യാൻ വരരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നെ അനലൈസ് അങ്ങ് ചെയ്തങ്ങ് തീർക്കരുത്, ഓക്കെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതല്ല, എൻ്റെ ഇതുമായിട്ട് മീൻസ് എൻ്റെ ഇതൊന്നും അല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ കല്യാണം കഴിച്ചാൽ ഞാൻ ഇവിടെ ജീവിക്കുന്നത് ന്യൂസിലൻഡാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല. പക്ഷേ എനിഹാവ് കുറച്ചും കൂടി കൂടിയിട്ട് പേരൻസ് അങ്ങ് ഓപ്പൺ ആവുക, വൈഡ് ആവുക. കാരണം ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കുട്ടിയൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ എൻ്റെ കെട്ടിയോനില്ലേ, എൻ്റെ കെട്ടിയോൻ്റെ കൂടെ എനിക്ക് എൻജോയ് ചെയ്യാമല്ലോ. അപ്പം എൻ്റെ കെട്ടിയോൻ്റെ കൂടെ എനിക്ക് എൻജോയ് ചെയ്യണം. അതല്ലാതെ എൻ്റെ കുട്ടിയുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യണം എന്ന് പറയുന്നത്, അപ്പം ആ കുട്ടിയുടെ കൂടെ എൻജോയ് ചെയ്യാനിരിക്കുന്ന ഭാര്യ എന്തിനിരിക്കുന്നതാ? അതുപോലെ ഭാര്യ പെൺകുട്ടിയാണെങ്കിൽ എൻജോയ് ചെയ്യാനിരിക്കുന്ന കെട്ടിയോൻ എന്തിനിരിക്കുന്നതാ? അപ്പം എനിക്ക് എൻജോയ് ചെയ്യാനുള്ളത് എൻ്റെ കെട്ടിയോനുണ്ടല്ലേ. ഇപ്പം എൻ്റെ കെട്ടിയോൻ ഇല്ലാത്ത പേരൻസ് മോമാണ് എങ്കിൽ അവർക്ക് ഉള്ളത് അവരുടെ ചുറ്റുപാടുണ്ടല്ലേ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പം പക്ഷെ അവർ കുറേ നാൾ അവരുടെ ഹസ്ബൻഡിലൂടെ എൻജോയ് ചെയ്തതല്ലേ. ഇവരുടെ ജീവിതം ഇവരിപ്പോഴല്ലേ തുടങ്ങിയത്, അവരങ്ങ് എൻജോയ് ചെയ്യട്ടെ. എന്തിനാ അവരിങ്ങനെ ഇരുന്നിട്ട് കുണുകുണാന്ന് പറഞ്ഞ് ചെയ്യുന്നത് അല്ലേ? അതാണ് പേരൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം പേരൻസ് ആവാൻ. പക്ഷെ ഞാൻ അങ്ങനെ ആവണം എന്ന് പറയത്തില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്ക്, അതല്ലേ പേരൻസ് ആവേണ്ടത്? അതല്ലാതെ വെറുതെ അവരുടെ ലൈഫിൽ കയറി അവരെന്ത് ചെയ്യുന്നു, അവർ മുള്ളുന്നുണ്ടോ, അവർ അപ്പിയിടുന്നുണ്ടോ, അവർ ബ്രഷ് ചെയ്യുന്നുണ്ടോ, നിന്നെ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് നീ എവിടെയായിരുന്നു, എന്തിന്? അവരവരുടെ ജീവിതമായിട്ട് പോയിക്കുമായിരുന്നു. നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ട്? പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക. നിന്നെ ഞാൻ ഇന്നലെ വിളിച്ചു, ഫോൺ എടുത്തില്ലല്ലോ. എന്ത് ഫോൺ എടുത്തില്ലല്ലോ? ഫോൺ എടുത്ത് നിങ്ങൾ ലക്കി എന്ന് പറയുക. അതല്ലാതെ നിങ്ങൾ ഫോൺ അവന് ഭാര്യയുണ്ട്, കൊച്ചുങ്ങളുണ്ട്, അതല്ലെങ്കിൽ അവന് ഫ്രണ്ട്സ് ഉണ്ട്, അവന് പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയണേ? എല്ലാം അറിയണമെന്ന് നിർബന്ധം പിടിക്കുന്നത്, എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയണതേ വലിയ തെറ്റാണ്. അത് നിങ്ങളുടെ മനസ്സൊന്ന് വൈഡർ ആക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇപ്പോഴും ചില പേരൻസ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവൻ കുട്ടിയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുട്ടിയാണ്. കുട്ടിയൊക്കെ വളർന്നു, ഇപ്പൊ ചട്ടിയായി, ഓക്കെ. അപ്പൊ അതുകൊണ്ട് ചട്ടിത്തല ആവാറാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാരണം പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, കുഞ്ഞു കുട്ടിയുടെ മുടിയാണോ വലുതായി കഴിയുമ്പോൾ ഉണ്ടാവുന്നത്? അല്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പഠിക്കണം കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നെ ഇത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഇത് കുറച്ച് പേർക്കെങ്കിലും നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടാവും. തോന്നുന്നവർ ഒന്ന് കമന്റ് അടിക്കുക. അപ്പൊ ബാക്കിയുള്ളവർക്ക്, തോന്നാത്ത ആൾക്കാർക്ക് കുറച്ച് പ്രോത്സാഹനമായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് വരാവേ. അതുവരെ എൻ്റെ കുട്ടിയുടെ കൂടെ എനിക്കൊന്ന് പോട്ടെ. കാരണം കുട്ടിയുടെ കൂടെ ഇപ്പോഴല്ലേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ വലുത് കഴിക്കുമ്പോഴത്തേന് എൻ്റെ ചക്കരക്കുട്ട ഇങ്ങോട്ട് വാങ്ങി എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ ലൈഫുണ്ട്, അവന് എൻജോയ് ചെയ്യാൻ, അവന് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോഴുള്ള സമയം വേണം ഞാനങ്ങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അതല്ലേ റൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ വീഡിയോ എല്ലാവരും കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനി ഹൗ താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാനുള്ള പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ലവ് യു ലോട്സ്. ബൈ ബൈ ഫ്രം ജീനു.